നമ്മളിൽ പലരും ഷൂ ധരിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ചിലവർ ജോലി ചെയ്യുന്ന കമ്പനിയുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കമ്പനിയിൽ ഷൂ ധരിക്കുന്നവരുണ്ടാകാം, വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഷൂ ധരിക്കുന്നവരുണ്ടാകാം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ രാവിലെ വൈകിട്ടൊക്കെ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഓടാൻ പോകുന്നവർ, നടക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് ഷട്ടിൽ, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവർ, അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് പലതരത്തിലെ ഷൂ ധരിക്കുന്നവരായിരിക്കാം. ഒരു പുതിയ ഷൂ മേടിച്ച് കുറച്ചാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തവരുണ്ടാവാം, അല്ലെങ്കിൽ ഷൂവിൻ്റെ സോള് താഴ്ന്നു പോയിട്ട് കാലിൻ്റെ പാദത്തിൽ വേദന, കൂറ്റിയിൽ വേദന, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്ത ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ ഷൂ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കുക. പലർക്കും ഷൂ ധരിക്കുമ്പോൾ മാത്രമായിരിക്കും കാലിന് വേദന ഉണ്ടാവുക. അതിന് ഷൂവിൻ്റെ ആവശ്യം കഴിഞ്ഞ് അത് മാറ്റി വെച്ച് കഴിയുമ്പോൾ ആ വേദന പയ്യെ കുറഞ്ഞ് വേദന ഇല്ലാണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നവർ ചിലപ്പോൾ അത് ഗൗനിക്കാറില്ല. ഷൂ ഇടുമ്പോൾ മാത്രമല്ല വേദന ഉള്ളൂ, കുഴപ്പമില്ല, സാരമാക്കാതെ വിട്ടുകളി. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഫുൾ ബോഡിയുടെ വെയിറ്റ് നമ്മുടെ കാൽപാദത്തിലാണ് വരുന്നത്. അപ്പോൾ കാൽപാദം ഷൂവിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഫുൾ ബോഡി ആ ഒരു ലെവലായിട്ട് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കാൽപാദം പക്കായിട്ടല്ല കാൽവേദന പരമായിട്ട് വരികയാണെങ്കിൽ പയ്യെ അത് മുട്ടുവേദനയായിട്ട് കൺവേർട്ട് ചെയ്യാം, നടുവേദന, ഹിപ്പിൻ്റെ അവിടെ വേദന, അങ്ങനെ നമ്മുടെ ഫുൾ ബോഡി പെയിനിലേക്ക് അത് എത്തുന്ന ഒരു സാഹചര്യം വരും. ചിലവർക്ക് നടുവേദന ഉണ്ടാവും, പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഷൂവിൻ്റെ സോളിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നതെന്നൊന്നും അവർ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഞാനും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മണിക്കൂറുകളോളം ഷൂ ഇട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. വേറെ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർ ഷൂ ഇട്ടുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ 8 മണിക്കൂർ വർക്ക് ചെയ്ത് 7 മണിക്കൂറോളം നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യേണ്ട സാഹചര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ സോള് സപ്പോർട്ടായിട്ട് നിൽക്കണം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കമ്പനിയിൽ ഉപയോഗിച്ച ഷൂ ഇതായിരുന്നു. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു സാധനമാണ്, സേഫ്റ്റി ഷൂ ആണ്. അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ആണ്, നമുക്ക് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ സോള് ഭയങ്കര ഹാർഡായിരുന്നു. അതായത് വെയ്റ്റ്ലെസ് ആണ്, സേഫ്റ്റി ആണെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോഴേക്കും കാലിൻ്റെ ഉപ്പുറ്റിക്കും അല്ലെങ്കിൽ കാൽപാദത്തിനൊക്കെ ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാനായിട്ടൊരു ഒരു ഇൻസോൾ അന്വേഷിച്ച് നമ്മൾ നടന്നു. അപ്പോഴാണ് ഞാൻ ഡെക്കാത്ലോണിൽ സംഭവത്തിട്ടുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ എറണാകുളം കളമശ്ശേരിയിലുള്ള ഡെക്കാത്ലോണിലേക്ക് നമ്മളെത്തി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പല വെറൈറ്റി ടൈപ്പ് ഇൻസോളുകളുണ്ട്, ഷൂവിൻ്റെ അകത്ത് വെക്കുന്ന പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇൻസോളിൽ തന്നെ പല ബ്രാൻഡുകൾ വരുന്നുണ്ട്, അതുപോലെ പല പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്നവർക്ക് വേണ്ടി വേറെ ടൈപ്പ് ഉണ്ട്, അതുപോലെ നടക്കുന്ന ജോലിയാണെങ്കിൽ അതിന് വേറെ ഉണ്ട്. അങ്ങനെ പല ടൈപ്പാണ്. അതെല്ലാം ഞാൻ വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ട മോഡലുകളാണ് ഈ കാണുന്നത് കേട്ടോ. 450 രൂപ, 499, 500 രൂപ, 600 രൂപ, അങ്ങനെ പല പ്രൈസ് റേഞ്ചിലുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു 5mm തിക്നെസ്സുള്ള കലാഞ്ചിയുടെ ഒരു ഇൻസോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കലാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെക്കാത്ലോൺ വരുന്ന എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്ത പോലത്തെ ഒരു മോഡലാണെങ്കിലും അത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ട്. അതുപോലെ ഉപ്പൂറ്റി വെക്കാനുള്ള ഒരു സീറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കുഷനിങ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുഷനിങ്ങും പുറകിലെ പാൻ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റണ്ണിങ് ഷൂവിനൊക്കെയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കണ്ടൊരു മോഡലും അതും 5mm തിക്നെസ് തന്നെയാണ്. അതും ഏകദേശം ഷേപ്പ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണെങ്കിലും മറ്റേതൊരു ഫോം ഷീറ്റ് മോഡലാണെങ്കിൽ ഇത് കുറച്ച് റബ്ബറൈസ്ഡ് മോഡലാണ്. രണ്ടും കളഞ്ചി തന്നെയാണ്. അതിൻ്റെ കളർഫുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ, കുറച്ചും കൂടി ഹാർഡാണ്, മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഹാർഡാണ്. ഇനി നമുക്ക് ന്യൂ ഫീൽഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ 10mm തിക്നെസ് വരുന്ന ഒരു ഇൻസോൾ നമുക്ക് നോക്കട്ടോ. 10mm തിക്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷൂവിൻ്റെ അകത്ത് ആ ഒരു സ്പേസ് വെക്കാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ടൈറ്റായി പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോം ഷീറ്റ് മോഡലാണ്. പക്ഷേ സംഭവം അതിൻ്റെ എഡ്ജിൽ ഒരു ഒട്ടിക്കൽ പരിപാടി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് ഉപയോഗിക്കാമെന്നൊക്കെയാണ് അവർ കാണിച്ചേക്കണം. പക്ഷേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പോയി കഴിഞ്ഞാൽ, ഒട്ടിക്കൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഇതായിരിക്കും. കുഷനിങ് പക്കണം, ഒന്നും പറയാനില്ല, നല്ല കുഷനിങ് ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഒരുപാട് സമയം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഷൂവിൻ്റെ അകത്ത് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം നിൽക്കുമ്പോൾ നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിൽ കാല് ഇപ്പോൾ കറക്റ്റ് പൊസിഷനിൽ നമ്മുടെ ബോഡി കറക്റ്റ് അലൈൻമെൻറ്റിൽ നിന്നോളൂ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. നല്ല കുഷനിങ് ആണെന്ന് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ഇത് മേടിക്കാനല്ല വന്നത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. പക്ഷേ നമ്മൾ ഇതെല്ലാം വേറൊരു ടൈപ്പാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് ന്യൂ ഫീൽഡ് തന്നെ 5mm തിക്നെസ് ഉള്ള ഒരു മോഡലാണ്. ഇത് തുറന്നു നോക്കിയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്ത പോലെ. അതായത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമായാലും ബാക്ക് ആയാലും ഒരേ തിക്നെസ് തന്നെയാണ്, പ്രത്യേകിച്ച് ഷേപ്പില്ല കാര്യങ്ങൾ. അതായത് തിക്നെസ് പരമായിട്ട് ഷേപ്പൊന്നുമില്ല, ബാക്കി ആ ഷൂവിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഇതൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഷൂവിൻ്റെ സൈസും കൂടി നോക്കിയിട്ട് വേണം മേടിക്കേണ്ട. ഇതൊരു കുഷനിങ് ഉണ്ട്, ചെറിയൊരു കുഷനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലവർ തന്നെ ഷൂവിൻ്റെ അകത്ത് കട്ട് ചെയ്തൊക്കെ ഇടാറുണ്ട് ഇതേപോലത്തെ ഷീറ്റുകൾ. അതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ നല്ല സാധനമാണ്. അതിന് വിലയും കുറവാണ്, ഒരു പേര് 200 രൂപ വരുന്നുള്ളൂ. കേരളത്തിൽ വില കുറവതാണ്. ഇനി നമ്മൾ 5mm തിക്നെസ്സിൻ്റെ ജെൽ ടൈപ്പ് ഒരെണ്ണമാണ് നോക്കുന്നത്. ഇതാണ് നമ്മൾ മേടിക്കാൻ വന്നത്. 600 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ഒരു പ്രാവശ്യം മേടിക്കാൻ വന്നപ്പോൾ നമുക്കത് കിട്ടിയില്ല, സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തീർന്നുകൊണ്ടൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം എത്തിയാണ് അത് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമ്മുടെ ഷൂവിൻ്റെ സൈസ് അനുസരിച്ചുള്ള സൈസ് നമ്മൾ നോക്കിയെടുക്കണം. അങ്ങനെ ഒരു മേടിച്ചൊരു സൈസാണിത്. ഇതിൻ്റെ പുറകിലൊരു നീല കളറാണ്, ജെൽ ടൈപ്പാണ്. ഞാനതൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ,
നല്ലപോലെ പ്രസ് ആവുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ അത് റിലീസും ആവുന്നുണ്ട്. നല്ലൊരു കുഷനിങ്ങാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. പിന്നെ ഒരു ഷേപ്പുണ്ട്, നല്ലൊരു ഷേപ്പുണ്ട്. ആ നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ ഇരിക്കുന്ന ഭാഗം കറക്റ്റായിട്ടൊരു കുഴിയിലിരിക്കുന്ന പോലെ നല്ലൊരു പാക്കിങ്ങിലിരിക്കുന്ന പോലെ സെറ്റായിട്ടിരുന്നോളൂ കാല്. അപ്പോൾ നമ്മൾ ഏതായാലും 8 മണിക്കൂറോളം കണ്ടിന്യൂസ് ജോലി ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും കാര്യം നമുക്കറിയില്ല. 600 രൂപയാണ് ഇതിൻ്റെ വില നമുക്ക് വരുന്നത് കേട്ടോ. ഇതാണ് സംഭവം. അതിൻ്റെ അടിയിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ജെൽ ടൈപ്പ് ആയതുകൊണ്ട് ഒട്ടലുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ വില തന്നെയാണെങ്കിൽ MRP പറയുമ്പോൾ 999, അതായത് 1000 രൂപ വില വരുന്ന സാധനമാണ്. ഇവിടെ നമുക്ക് ഈ സമയത്തൊരു 599 രൂപ, അതായത് 600 രൂപ നമുക്ക് കിട്ടുന്നത്. 400 രൂപ കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, ഇപ്പോൾ ഇത്രയും വില കൊടുത്തത് മേടിക്കേണ്ട കാര്യമുണ്ട്, ഒരു ഷൂ മേടിച്ചാൽ പോലെയാണ്. പക്ഷേ നമ്മുടെ ഷൂ നല്ല ക്വാളിറ്റികളാണെങ്കിൽ നമുക്ക് അത് കളയാനുള്ള ഉദ്ദേശവും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് എന്തുകൊണ്ടും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവം. അങ്ങനെ നമ്മുടെ ജെൽ ടൈപ്പ് ഇൻസോളും മേടിച്ച് നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അവിടെ വെച്ച് ഇട്ട് നോക്കിയപ്പോഴേ, നമ്മുടെ ഡെക്കാത്ലോണിൽ വെച്ച് ഇട്ട് നോക്കിയപ്പോൾ അത് AC ആണ് ആ ഡെക്കാത്ലോണിൻ്റെ അകത്തൊക്കെ. അപ്പോൾ AC വരുന്ന സാധനം നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തു, നല്ലൊരു കുഷനിങ് ഫീൽ ചെയ്തു. പിന്നീട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ തണുപ്പ് കിട്ടുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇത് ജെല്ലായതുകൊണ്ട് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ തണുപ്പ് അബ്സോർബ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 8 മണിക്കൂർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഷൂ മാറ്റിയിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് വന്നിടുമ്പോൾ ആ ഷൂവിൻ്റെ ചൂടൊക്കെ മാറി, അതായത് നമ്മൾ കാല് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെമ്പറേച്ചർ വരും, നമുക്കത് ഫീൽ ചെയ്തില്ലെങ്കിൽ കൂടി ചെറിയൊരു ടെമ്പറേച്ചർ വരും. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇത് മാറ്റി വെച്ച് രണ്ടാമത് ഇടുമ്പോൾ ആ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇതുണ്ടോ അതിൻ്റെ കുഷനിങ് ഉണ്ട്, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വരെ അതിൻ്റെ അകത്ത് വരത്തക്ക രീതിയിലാണ്. ഇത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുഷനിങ്ങാണ്. പിന്നെ തിരിച്ച് അതേ ഷേപ്പിലോട്ട് വരികയും ചെയ്യും. പിന്നെ നമുക്ക് ടോപ്പ് ഭാഗം ഇതുപോലെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അധികം വിധത്തിൽ കട്ട് ചെയ്യരുത്. ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള ഡിസൈനിങ് കാര്യങ്ങളും പാറ്റേണൊക്കെ കട്ടാവും, ഷേപ്പ് കുറച്ച് കട്ടായി പോകും. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ജെല്ലിൻ്റെയും പ്ലാസ്റ്റിക് ഷീറ്റ് പൊളിച്ചെടുക്കാറുണ്ടോ. അപ്പോൾ ഒരു ഒട്ടലുണ്ട്, അതുകൊണ്ടാണ് ആ പ്ലാസ്റ്റിക് ഷീറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഷൂവിൻ്റെയൊക്കെ സൈസ്. അപ്പോൾ നമ്മൾ ഷൂവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഷൂവിൻ്റെ ലൈസൊക്കെ അഴിച്ച് നമ്മുടെ ഷൂ ഫുള്ള് ഫ്രീ ആവണം. നല്ല ഫ്രണ്ടിലൊക്കെ ഇതുപോലെ നമുക്ക് അറ്റത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ലൈസൊക്കെ അഴിച്ച് ഫുൾ ഫ്രീ ആക്കി അതിൻ്റെ ഉള്ളിൽ കൈ കയറ്റി പ്രവർത്തിക്കാൻ പറ്റിയൊരു സ്പേസ് കിട്ടണം. എന്നാലും കറക്റ്റായിട്ട് ഒട്ടുള്ളൂ. നമ്മുടെ ഷൂ നല്ലപോലെ ലൂസാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ജെൽസോള് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതൊരു ഒട്ടണ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ കൊട്ടി പിടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വളച്ച് പിടിച്ചാണ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി കേട്ടോ. വേറൊരു സോളും ഇൻസേർട്ട് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ഒട്ടലുള്ളതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ അടിവശം ഇപ്പോൾ ഒട്ടി, പക്ഷേ ഫ്രണ്ട് വളഞ്ഞ് നിൽക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ കൈ കയറ്റി ഒന്ന് ലെവലാക്കി എല്ലാ എഡ്ജിലും കോർണറിലൊക്കെ മുട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഷേപ്പായിട്ട് ഒട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഷൂവിന് നമ്മൾ അതുപോലെ തന്നെ ജെൽസോൾ മടക്കി വെച്ചിട്ടാണ് അകത്തേക്ക് കയറ്റിയത് കേട്ടോ. അങ്ങനെ കയറ്റാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. പലർക്കും പല മെത്തേഡിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ കൈ അകത്തിട്ട് അതിൻ്റെ ടോപ്പ് ഫ്രണ്ട് വരുന്ന ഭാഗമൊക്കെ നല്ലപോലെ സീറ്റിംഗ് ഏരിയയൊക്കെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ സംഭവം പക്കയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലർക്കും തോന്നാം ഇത് ഇത്രയും വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമുണ്ട്, ഒരു ഷൂ മേടിച്ചാൽ പോലെയെന്ന്. പക്ഷേ നമ്മുടെ ഷൂ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്. കളയാനുള്ള ഉദ്ദേശമില്ലാന്നുണ്ടെങ്കിൽ ഇത് മേടിക്കണത് എന്തുകൊണ്ടും ബെറ്ററാണ്. അതുപോലെ നമുക്ക് ഒരു നടുവേദനയോ കാലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഒന്ന് ഷെയർ ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം.